2026 ജൂൺ മാസം 21 മുതൽക്ക് 27 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ മേഷാദി 12 രാശിക്കാരുടെയും പൊതുവായിട്ടുള്ള ആഴ്ചഫലം ആണ് നിരൂപണം ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ ഗുരുവും ശുക്രനും കർക്കിടകത്തിലാണ്, ശനി മീനത്തിലാണ്, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലും, സൂര്യനും ബുധനും മിഥുനത്തിലും, കുജൻ ഇടവത്തിലുമാണ്. ഈ ഒരു ആഴ്ചയുടെ ഒരു പ്രത്യേകത ഗുരു ശുക്രന്മാർ കർക്കിടകത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കുടുംബം, അതുപോലെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം, മറ്റ് ബന്ധങ്ങൾ, പരസ്പര ബന്ധങ്ങൾ, ഇതിനൊക്കെ പ്രാധാന്യം കൂടുതലുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ മിഥുനത്തിലെ സൂര്യ ബുധ ബന്ധവും ആശയ വിനിമയത്തിനും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന വ്യാപാര കാര്യങ്ങൾക്കും ഒക്കെ അനുകൂലം തന്നെയാണ്. നമുക്കാദ്യം മേടം രാശിയുടെ സാമാന്യഫലം നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ പാദവും ചേർന്നതാണ് മേടക്കൂറ്. ജോലി അഥവാ തൊഴിൽ, ബിസിനസ്സോ എന്താണെങ്കിലും അത് സംബന്ധിച്ച് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി അവനവൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. മൂന്നാം ഭാവത്തിൽ സൂര്യനും ബുധനും സംയോഗം പുതിയ ആശയങ്ങൾ ഉണ്ടാകാനും അത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനും, അതുപോലെ പുതിയ പ്രൊജക്റ്റുകൾ, പദ്ധതികൾ ഒക്കെ ആരംഭിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാകുന്നതാണ്. ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അഭിമുഖങ്ങളും, അതുപോലെ ഇൻ്റർവ്യൂ, മറ്റ് പരീക്ഷകൾ, ഇതൊക്കെയും, അതുപോലെ പുതിയ അപേക്ഷ സമർപ്പിക്കാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സുകാർക്ക് മറ്റ് ഉപഭോക്താക്കളുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ടും, അല്ലെങ്കിൽ മറ്റ് വിതരണക്കാരോ അങ്ങനെയുള്ളവരുമായിട്ട് നൂതനമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കാൻ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിപണിയിലും പൊതുവെ ഒരു പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമി, അതുപോലെ വാഹനം സംബന്ധിച്ച്, അതുപോലെ കുടുംബ ചിലവുകൾ സംബന്ധിച്ചൊക്കെ കുറച്ച് കൂടുതൽ അറ്റകുറ്റപ്പണികളും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാവുന്നതാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. ആരോഗ്യം പൊതുവെ അനുകൂലം തന്നെയാണ്. എന്നാൽ അമിത ജോലി ഭാരങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ എക്സർഷൻ ഉണ്ടാകുന്നതും ആണ്. അതുകൊണ്ട് തന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുണ്ടാകുന്ന ചെറിയ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഗുരുവും, അതായത് വ്യാഴവും ശുക്രനും 4ാം ഭാവത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വീട്ടിൽ കുടുംബാന്തരീക്ഷത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും. വളരെ സന്തോഷത്തോടു കൂടി കുടുംബാംഗങ്ങളുമായിട്ട് യാത്ര ചെയ്യാനും ഒക്കെ സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മുൻപ് ഉണ്ടായിരുന്നത് പോലും പരിഹരിക്കപ്പെടാനും ഉള്ള സാധ്യത കാണുന്നു. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാനെ പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലീസ മുതലായിട്ടുള്ളവയാണ് പ്രചാരമുള്ളത്. അതൊക്കെ ജപിക്കാം. ഹനുമാൻ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്താനും അത് നിത്യേന പാരായണം ചെയ്യത്തക്ക വിധത്തിലുള്ള മറ്റ് മന്ത്രങ്ങളോ ഒക്കെ ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം തരും. അതോടൊപ്പം തന്നെ ശ്രീരാമ ക്ഷേത്ര ദർശനവും രാമനാമ ജപം ഒക്കെയും വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു വരുന്നത് നല്ലതാണ്.